ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി 5th സെമ്മിലെ ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റിൻ്റെ MCQ ഡിസ്കഷൻ ആൻഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ബുക്ക് റിട്ടൺ ബൈ അൾറിച്ച് ബക്ക്? താഴെ പറയുന്നതിൽ അൾറിച്ച് ബക്കിൻ്റെ ബുക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അൾറിച്ച് ബക്ക് എന്ന് പറയാൻ തന്നെ ഒരു റിസ്ക് അല്ലേ? അപ്പോൾ റിസ്ക് സൊസൈറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക്. ആ ഒരു നിലക്ക് അത് ഓർത്താൽ മതി. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ദ ടേം ഡാഷ് മേ റെഫർ ടു ലിവിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ജിയോളജിക്കൽ പ്രോസസ്സസ്, വെതർ ആൻഡ് ഫിസിക്സ് സച്ച് ആസ് മാറ്റർ ആൻഡ് എനർജി. എന്താ പറയണത്? ജീവനുള്ള മരങ്ങൾ, അതുപോലെ തന്നെ മൃഗങ്ങൾ, ജിയോളജിക്കൽ പ്രോസസ്സ്, അതുപോലെ തന്നെ കാലാവസ്ഥ, എനർജി, ഫിസിക്സ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പദം ഏതാണെന്ന് ചോദിക്കുന്നത്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പദമാണ് നാച്ചുർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, നാച്ചുർ. അപ്പോൾ പ്ലാന്റ്സ്, അനിമൽസ് എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നാച്ചുർ എന്നുള്ളത്. അപ്പോൾ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന്, ഡാഷ് ഈസ് എ ടേം കൺസേൺഡ് വിത്ത് കമ്മ്യൂണിറ്റി എക്കോളജി. കമ്മ്യൂണിറ്റി എക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിൻ എക്കോളജിയാണ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഓപ്ഷൻ വരുന്നത് എ ആണ്. അപ്പോൾ സിൻ എക്കോളജി അല്ലേ, കൺസേൺഡ് വിത്ത് കമ്മ്യൂണിറ്റി എക്കോളജി, സിൻ എക്കോളജി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ UN കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓൺ എർത്ത് സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ ഡാഷ് ഇൻ 1992. 1992 UN കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അത് എവിടെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. റിയോ ഡി ജനീറോ എന്നാണ്. ഇതൊക്കെ ഒരൊറ്റ ഓപ്ഷനേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയോ ഡി ജനീറോ എന്നൊന്നും മറക്കൂല. ഓപ്ഷനിൽ അതുണ്ടെങ്കിൽ നമുക്കത് ആൻസർ വേഗം ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്, ഗിർ നാഷണൽ പാർക്ക് ഈസ് ഫേമസ് ഫോർ. ഗിർ നാഷണൽ പാർക്ക്, ഗിർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന മൃഗമാണ് ലയൺ അല്ലേ? അതിന്റെ ഗർജനം ഗിർ എന്നുള്ളത് അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ലയൺ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ദി എൻവയോൺമെന്റൽ ജസ്റ്റിസ് മൂവ്മെന്റ്. എൻവയോൺമെന്റൽ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ തത്വങ്ങളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ വരുന്നത് പ്രൊമോട്ട് റെമഡിയൽ മെഷേഴ്സ്, പരിഹാര നടപടികൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് എൻവയോൺമെന്റൽ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ തത്വങ്ങളിൽ പെടാത്തതാണ്. അപ്പോൾ ആൻസർ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. നോട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, പ്രൊമോട്ട് റെമഡിയൽ മെഷേഴ്സ്. ഏഴാമത്തെ ക്വസ്റ്റ്യന്, അപ്പിക്കോ മൂവ്മെന്റ് ടേക്ക് പ്ലേസ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് അപ്പിക്കോ മൂവ്മെന്റ് നടന്നിട്ടുള്ളത്? കർണാടകയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. 1983 അപ്പിക്കോ മൂവ്മെന്റ് നടക്കുന്നത്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അപ്പിക്കോ മൂവ്മെന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സുകളൊക്കെ എഴുതിയാൽ 2 മാർക്കിനാവും. അടുത്ത ക്വസ്റ്റ്യന്, എട്ടാമത്തെ ക്വസ്റ്റ്യന്, UNFCCC സ്റ്റാൻഡ് ഫോർ. അതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ അതിൽ ഫ്രെയിംവർക്ക് എന്ന് ഓർത്താൽ മതി. അതിൽ ഓപ്ഷനിൽ ഫ്രെയിംവർക്ക് എന്ന് വരുന്നത് ഈ സി ഓപ്ഷൻ തന്നെ ഉള്ളൂ. അപ്പോൾ വേഗം ക്ലിക്ക് ചെയ്യാൻ പറ്റും. യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതിൽ 4ാമത്തെ ഓപ്ഷൻ ഫ്രെയിം ഓഫ് കൺവെൻഷൻ എന്നാണ്. ഫ്രെയിംവർക്ക് എന്ന് വരുന്നത് സി ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ വേഗം ആൻസർ ചെയ്യാൻ പറ്റും. 9ാമത്തെ ക്വസ്റ്റ്യന്, ഡാഷ് ഈസ് എ പ്രോസസ് ഹ്യൂമൻ ഡെലിബറേറ്റ്ലി കൺവേർട്ടിംഗ് വുഡഡ് ലാൻഡ് ടു നോൺ ഫോറസ്റ്റഡ് ലാൻഡ്. എന്താ പറയുന്നത്? മനുഷ്യർ ബോധപൂർവം വനഭൂമിയെ വനരഹിത ഭൂമിയാക്കി മാറ്റുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഡീഫോറസ്റ്റേഷൻ. എന്താണ് ഡീഫോറസ്റ്റേഷൻ? ഡെലിബറേറ്റ്ലി ആ ഒരു വാക്കിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഡി വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്? അതേപോലെ തന്നെ ആൻസറും ഡീഫോറസ്റ്റേഷൻ. ഇനി അടുത്തത് നോക്കാം. അതിൻ്റെ ഓപ്ഷൻ വരുന്നത് എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ഡെഫിനിഷനാണ്. ഹു ഡിഫൈൻഡ് എൻവയോൺമെൻറ്റൽ സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി. എന്താണ് പറയുന്നത്? പരിസ്ഥിതി സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് പരിസ്ഥിതിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണെന്ന് നിർവചിച്ചത് ആരാണ്? ഇതിൻ്റെ ഓപ്ഷന് നമുക്ക് അവർ തന്നെ ഒരു ക്ലൂ തന്നിക്കുകയാണ്. ഇതിലെല്ലാ ഓപ്ഷനിലും ഓരോ വ്യക്തികളാണ്. ഇത് ഡിഫൈൻ ചെയ്ത വ്യക്തികൾ 2 ഉണ്ട്. അപ്പോൾ കാറ്റൺ ആൻഡ് ഡൺലാപ്പ്, ഓപ്ഷൻ ബി ആണ്, കാറ്റൺ ആൻഡ് ഡൺലാപ്പ്. അപ്പോൾ ഇതിന്ന് നമുക്ക് ഓട് 1 ഔട്ട് എടുത്തുകൊണ്ട് നമുക്കിതിൻ്റെ ആൻസർ ക്ലിക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓപ്ഷൻ ബി ആണ് വരുന്നത്.
ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ടുക്ക് പ്ലേസ് ഇൻ ദ ഇയർ. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നടന്ന വർഷമാണ് ചോദിച്ചിട്ടുള്ളത് 1984. അത് ഇതുപോലെ തന്നെ ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ മതി വർഷങ്ങൾ, എന്നാലുള്ളത് മനസ്സിൽ നിൽക്കുക, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുക. എന്നിട്ട് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി 1984 നടന്നിട്ടുള്ളത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ ജിയോളജിക്കൽ ഹസാർഡ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു അപകടത്തിന് ഉദാഹരണം താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് എർത്തുകേക്ക്, ഭൂകമ്പമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ എർത്തുകേക്ക് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യന് ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് താഴെ പറയുന്നവയിൽ ആരാണ്? നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ നോർമൻ ബോർലോഗ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യന് ഹൂ വാസ് ഇനീഷ്യേറ്റഡ് എർത്ത് ഡേ. എർത്ത് ഡേക്ക് മുൻകൈ എടുത്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യന്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സെനേറ്റർ ഗൈലോഡ് നെൽസൺ. സെനേറ്റർ ഗൈലോഡ് നെൽസൺ, അതിലെ ഏറ്റവും വലിയൊരു നെയിമാണ് അത്. ആ ഒരു നിലക്ക് ഓർത്താൽ അത് ആൻസർ ക്ലിക്ക് ചെയ്യാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യന് എർത്ത് അവർ ഈസ് ഓർഗനൈസ്ഡ്. ഭൗമ മണിക്കൂർ സംഘടിപ്പിക്കുന്നത് ഇതിൽ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നാച്ചുർ. എർത്ത് ഹവർ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നാച്ചുർ. അതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യന് ഡാഷ് ഈസ് ദ പാർട്ട് ഓഫ് എർത്ത് വേർ ലൈഫ് എക്സിസ്റ്റ്. എന്താ പറയണത്? ജീവൻ നിലനിൽക്കുന്ന ഭൂമിയുടെ ഭാഗം ഏതാണെന്ന്. ബയോസ്ഫിയർ ആണ്. ജീവൻ നിലനിൽക്കുന്ന ഭൂമിയുടെ ഭാഗം ബയോസ്ഫിയർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 17ാമത്തെ ക്വസ്റ്റ്യന് വിച്ച് ഗ്യാസ് ഈസ് മെയിൻലി കോസസ് ടു ഡിപ്ലഷൻ ഓഫ് ഓസോൺ ലെയർ. ഓസോൺ ലെയറിൻ്റെ ശോഷണത്തിന് കാരണം താഴെ പറയുന്നവയിൽ ഏതാണെന്ന്. ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ. അപ്പോൾ അതിലെ ഏറ്റവും വലിയ ആൻസറായിട്ട് നമുക്കതിനെ കിട്ടും. പിന്നെ ഒരുവിധം എല്ലാവർക്കും അതറിയാം. ഓസോൺ ലെയറിൻ്റെ ശോഷണത്തിന് കാരണം ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യന് ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ ബോഡി ഓഫ് വാട്ടർ യൂഷ്വലി എ ലൈക്ക് ബിക്കോസ് ഓവർ എൻറിച്ച്ഡ് ബൈ ന്യൂട്രിയൻസ്. അതായത് എന്താ പറയണത്? പോഷകങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ജലാശയം സാധാരണയായിട്ട് ഒരു തടാകമായിട്ട് മാറുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. ഇതൊക്കെ ഒരൊറ്റ ഓപ്ഷനേ വരുന്നുള്ളൂ, യൂട്രോഫിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷനിൽ അതുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ കഴിയും. ഓപ്ഷൻ ബി ആണ് വരുന്നത്, യൂട്രോഫിക്കേഷൻ. 19ാമത്തെ ക്വസ്റ്റ്യന് ഹൂ ഫൗണ്ടഡ് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഇൻ 1977. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വങ്കരി മാത്തായി അല്ലേ? വങ്കരി മാത്തായി. അപ്പോൾ അതിലൊരു വെറൈറ്റി നെയിമാണ്. പിന്നെ അതുപോലെ തന്നെ ഡബ്ല്യു വെച്ചിട്ട് വാങ്കരി, പിന്നെ എം മാത്തായി അങ്ങനെ തുടങ്ങുന്നത് അല്ലേ? ഡബ്ല്യുവിനെ തിരിച്ചിട്ടാൽ എം. അപ്പോൾ ആ ഒരു നിലക്ക് അങ്ങനെ ഒരു ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ കഴിയും. ഓപ്ഷൻ സി ആണ് വരുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യന് ഡാഷ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയറിക് സയൻസ് ദാറ്റ് ഫോക്കസസ് ഓൺ ലോങ് ടേം പാറ്റേൺസ് ഓഫ് വെതർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ. ഈ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ഇതിൻ്റെ സർക്കുലേഷൻ എന്നാണ് വരുന്നത്. അപ്പോൾ സി വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഓപ്ഷൻ. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ക്ലൈമറ്റോളജി. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ക്ലൈമറ്റോളജി. ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന സർക്കുലേഷനിൽ സി ആണ് തുടക്കത്തിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസറിൽ ക്ലൈമറ്റോളജി. വേറെ ഓപ്ഷനിൽ ഒന്നും സി വെച്ചിട്ടല്ല തുടങ്ങുന്നത്. അപ്പോൾ ക്ലൈമറ്റോളജിന്ന് ആൻസർ ക്ലിക്ക് ചെയ്യാൻ കഴിയും. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ടേം ഡീപ്പ് എക്കോളജി കോയിൻഡ് ബൈ. ഡീപ്പ് എക്കോളജി എന്നുള്ള വേർഡ് കോയിൻ എടുത്തിട്ടുള്ളത് ആരാണ്? അർണേനാസ് ആണ്. എക്കോളജി എന്നുള്ള വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹേക്കലാണ്. അത് എഴുതുന്ന സമയത്ത് തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓപ്ഷനിൽ ഡീപ്പ് എക്കോളജി എന്നുള്ളതിൽ അർണേനാസ് മാത്രമേ ഉള്ളൂ, ഏണസ്റ്റ് ഹേക്കൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തെറ്റാൻ സാധ്യതയില്ല. അപ്പോൾ ഡീപ്പ് എക്കോളജി ഓപ്ഷൻ ബി അർണേനാസ്. 22ാമത്തെ ക്വസ്റ്റ്യന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഗ്രീൻ ഹൗസ് ഗ്യാസിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. നൈട്രജൻ ആണ് ഉൾപ്പെടാത്തത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ ഉൾപ്പെടാത്തത് നൈട്രജൻ. 23ാമത്തെ ക്വസ്റ്റ്യന് ചിപ്കോ മൂവ്മെൻറ്റ് ഓർഗനൈസ്ഡ് ഇൻ ഡാഷ് അറ്റ് ദി ഡാഷ്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1973 ആൻഡ് ഉത്തരാഖണ്ഡിലാണ്. അതുപോലെ 1973 ചിപ്കോ മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ 1973 എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഉത്തരാഖണ്ഡും നമ്മൾ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ 1973 ആൻഡ് ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നർമ്മദ ബച്ചാവോ ആന്തോളൻ വാസ് ഇനീഷ്യേറ്റഡ് ബൈ. ആരാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ? മേധ പട്കർ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ മേധ പട്കർ. ഇനി 25ാമത്തെ ക്വസ്റ്റ്യന്. ദ വേർഡ് എക്കോളജി ഡിറൈവ്ഡ് ഫ്രം ദി ഡാഷ് ഗ്രീക്ക് വേർഡ്. എക്കോളജി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഏത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്? ഒയ്ക്കോസ്, വീട് എന്നുള്ള അർത്ഥം വരുന്ന ഒയ്ക്കോസിൽ നിന്നാണ് എക്കോളജി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്, ഒയ്ക്കോസ്, OIKOS. ഓക്കെ, അപ്പോൾ ഈ ഒരു MCQ ഡിസ്കഷനിൽ 25 ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം.